അങ്ങനെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇതാ വീണ്ടും തുടങ്ങുകയാണ് എൻ്റെ ലൈഫിലേക്ക്. അല്ലി ഒരു ഏകദേശം ഒരു ഇച്ചിരി വലുതായി സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നവരെ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ കാര്യത്തിലും ഞാൻ അവളോടും കൂടെ ഒരു ഹെൽപ്പ് ചോദിക്കാറുണ്ട് കേട്ടോ, അല്ലെങ്കിൽ സജഷൻസ് ചോദിക്കാറുണ്ട്, ഇതെവിടെ വെക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഷേപ്സ് മതിയോ. അവളെയും കൂടെ ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുക, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. 3 വയസ്സുകാരിക്ക് അതിൽ കൂടുതൽ വലിയ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാനൊന്നും പറ്റത്തില്ലെങ്കിൽ പോലും അവളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് അതിലുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ചെറുതായിട്ടൊക്കെ അതൊന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഞാൻ അല്ലീനെ സ്കൂളിലേക്ക് വിടുവാണ്. ഇന്ന് അവരുടെ ഒരു എത്നിക് ഡേ ആയിരുന്നു. അപ്പം ചെറുതായിട്ട് അവളെ ഒരുക്കിയൊക്കെ വിട്ടു. അവൾ അവിടെ നിന്നൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു എന്ന് പറഞ്ഞു. സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് എടുത്തു, എല്ലാ കുട്ടികളുടെയും കൂടെ എടുത്തു എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ആൾ തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ വിശേഷം പറച്ചിൽ എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളും ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളും പഠിപ്പിച്ച കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് ആൾ പറഞ്ഞു തരുവേ. അപ്പോൾ പൊതുവേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്യൂട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ ക്യാപ്ചർ ചെയ്യാറുണ്ട്. അങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ടത്തെയൊക്കെ വീഡിയോസൊക്കെ ഇപ്പോൾ ഒരു 2 വർഷം മുന്നത്തെ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. എന്തായാലും അങ്ങനെ അന്ന് കുറച്ച് ആൾ ടയേർഡായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആളെ കിടത്തി ഉറക്കി കേട്ടോ. അപ്പം ആദ്യം ഉറങ്ങുമായിരുന്നു. അത് കഴിഞ്ഞതാ ഇങ്ങനെ ഒരു കുറച്ച് നേരം ഇങ്ങനെ സമാധാനമായിട്ടിരിക്കുന്ന ഒരു സ്പോട്ടാണ് എൻ്റെ. ഒരു 1/4 മണിക്കൂർ ഇങ്ങനെ എനിക്ക് കുറച്ച് നേരം കിട്ടും അവർ രണ്ടുപേരും ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ പണിയിലോട്ട് തുടർന്നു കേട്ടോ. ഭയങ്കരമായ ഭംഗിയൊന്നും ഇല്ലെങ്കിൽ പോലും ഏകദേശം ഇതുപോലെയൊക്കെയാണ് അവർക്ക് വേണ്ടത് എന്ന് പറഞ്ഞപ്പം അവളെ കൊണ്ട് തന്നെയാണ് ഞാൻ കളർ ചെയ്യിപ്പിച്ചതും. പിന്നെ സൈസസൊക്കെ കട്ട് ചെയ്തതൊക്കെ ഞാൻ സ്വന്തമായിട്ടാണ്, കാരണം സിസേഴ്സൊക്കെ അങ്ങനെ എടുക്കാറായിട്ടില്ലല്ലോ. അങ്ങനെ ഇതാ ആ ഉടുപ്പിൽ ചെറിയ മിനുക്ക് പണികളും ഒക്കെ ചെയ്ത് ഒരു മാത്സ് ഡേ ഡ്രസ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഹാറ്റും കൂടെ ഞാൻ പ്രിപ്പയർ ചെയ്തായിരുന്നു, പക്ഷേ ഞാനിതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആ ഡ്രസ്സ് ഇട്ടിട്ടാണ് ആൾ സ്കൂളിൽ പോകുന്നത്. അപ്പം തലമുടിയിലും ഒക്കെ ഞാൻ കുറച്ച് ആ ഡ്രസ്സിന് ചേരുന്ന പോലത്തെ കുറച്ച് ക്ലിപ്സൊക്കെ ആഡ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ അല്ലിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇങ്ങനെ ഒരുങ്ങുന്നതും എൻ്റെ അടുത്ത് പറയും, അമ്മ ഇങ്ങനെ മേക്കപ്പ് ചെയ്യാം, അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയും. അപ്പോൾ ചില സമയത്തൊക്കെ ആൾക്കത് ചെയ്ത് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടമൊക്കെ പറയും. പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചെറുതായിട്ടൊന്ന് പിണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കാണിച്ച് അവളെ ചിരിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. പെട്ടെന്ന് തന്നെ ആൾ ചിരിക്കും. സ്കൂളിൽ പോകാൻ ഇഷ്ടമായതുകൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ. സ്കൂളിൽ പോവാം, അവിടെ ചെന്ന് ഇങ്ങനെ കളിക്കാം, ചേച്ചി മിസ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും സ്കൂൾ ബസ് വരാറായി. അപ്പം ഞാൻ ആളെ സ്കൂളിലേക്ക് വിടുവാണ്. അപ്പോൾ അതിന് മുന്നേ എടുത്തേക്കുന്ന കുറച്ച് ഫോട്ടോസും സ്കൂളിൽ വെച്ച് എടുത്ത ഫോട്ടോസും ഒക്കെയാണ് ഞാനിപ്പം നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയൊക്കെ ഉള്ളൂ. ലവ് യു, ബൈ.